ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് സ്വീറ്റ് പൊട്ടറ്റോ. ഇതുണ്ടല്ലോ, ഇത് ഞാൻ നട്ടേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വേറൊരിടത്ത് പോയപ്പോൾ ഇങ്ങനെ കണ്ടതാണ്. അവർ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് ചാക്കിൻ്റെ വട്ടം ഇങ്ങനെ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിൽ കൂടെ ഇതിൻ്റെ തണ്ട് ഉള്ളിലോട്ട് കയറ്റി വെച്ച്, ചാക്കിനകത്ത് മണ്ണും ചാണകപ്പൊടിയും പിന്നെ കുറേ കമ്പോസ്റ്റ്, കരിയില പൊടിച്ചത് അങ്ങനത്തെയൊക്കെയാണ് നിറച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ തണ്ട് ഞാൻ വെറുതെ അപ്പോൾ ഒരേ ഇല പോലും ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ട് ചാക്കിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കിളിച്ച് വന്ന്. ഇതുണ്ടല്ലോ, നല്ല പിങ്ക് എന്ന് വെച്ചാൽ ഈ ഡ്രസ്സിൻ്റെ കളറൊക്കെ നമ്മൾ പറയുമ്പോഴേ റാണി പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറയുന്നത്, നല്ല പിങ്ക്, ഒരു വാടാറ് മുല്ല കളറിൽ, ആ കളറിൽ സ്വീറ്റ് പൊട്ടറ്റോയാണ്. ഇത് ഞാൻ നിലത്ത് നമ്മുടെ സാധാ തറയിൽ കുറേ നട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് കുറേ കിഴങ്ങ് ഞാൻ പറിച്ചായിരുന്നു, പിഴുതെടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ തണ്ട് ഞാൻ പിന്നെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ തണ്ട് വാടിയതിന് ശേഷമേ നടാവൂ. തണ്ട് ഒടിച്ച് ഫ്രഷായിട്ട് നടരുത്, അതിൻ്റെ കറ കുറച്ച് പോയി കഴിഞ്ഞിട്ടേ നടാവും. അപ്പം ഞാൻ അങ്ങനെ നട്ടേക്കും. ഇതിൻ്റെ വേറൊരു കളറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ബ്രൗൺ കളറിൽ. അപ്പോൾ ഇതിനകത്ത് ഇതുമാതിരിയുള്ള കാ പിടിക്കും. നല്ല ടേസ്റ്റാട്ടോ പുഴുങ്ങി കഴിക്കാൻ, നല്ല ടേസ്റ്റാണ് പുഴുങ്ങി കഴിക്കാൻ. ഇത് ഷുഗർ ഉള്ളവരുണ്ടല്ലോ, വെള്ളത്തിലിട്ട് നമ്മൾ പുഴുങ്ങുമ്പോൾ വെള്ളം തിളച്ച് വെള്ളത്തിനകത്തിട്ട് പുഴുങ്ങണം. ഷുഗർ ഇല്ലാത്തവർക്ക് ആവിയിൽ വെച്ച് നമ്മൾ ഇഡലി ഉണ്ടാക്കത്തില്ല, അതുപോലെ ചെമ്പ് വെച്ച് ആവി വെച്ച് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറേ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ പക്ഷെ രണ്ടുപേരും കഴിക്കത്തില്ല കേട്ടോ. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞപ്പോൾ അവർ കഴിച്ചിട്ട് പറയാനാണ് ഇതിന് മധുരമൊന്നുമില്ലല്ലോ എന്ന്. ചെറിയ കുട്ടികളാണ്, അവർക്കും ഈ സ്വീറ്റ് മധുരം എന്ന് പറയുമ്പോൾ അവർ ചോക്ലേറ്റിൻ്റെയും മിഠായിയുടെയും മധുരം അവർക്ക് ഇഷ്ടം. ഇതിൽ ഞാൻ വരട്ടിയൊക്കെ കൊടുക്കും കുറച്ചൊക്കെ, എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല കളറായിരുന്നു ഇതിൻ്റെ ലീഫിന്. ഇത് ചെടിയായിട്ടും കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നിന്നിപ്പോൾ കുറേ പേര് ചോദിച്ചു ചെടിയാണോ. പക്ഷേ ഇത് സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു വെറൈറ്റിയാണ്. പിന്നല്ലേ ഇങ്ങനെ ഈ ചാക്കിൽ നടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയുമോ? ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് പാകമായി, ഇതിൻ്റെ തണ്ട് ഇത് നന്നായിട്ട് വിളഞ്ഞൊക്കെ കഴിയുമ്പോഴേ ഇതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി പഴുത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നമുക്ക് ഇതിനകത്തുനിന്ന് പറിച്ചെടുക്കാൻ സുഖമാണ്. ഈ ചാക്കിനെ എടുത്ത് തിരിച്ച് തട്ടി കുടഞ്ഞിട്ടായാലും കുറച്ച് നനവുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് തിരിച്ച് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ കിഴങ്ങ് ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നിലത്താകുമ്പോൾ ഇത് പടർന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര കുറച്ച് പാടാണ് എടുക്കാൻ. ഇതൊരു 4-5 ചാക്ക് ഞാൻ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം പുഴുങ്ങി കഴിക്കാനുള്ളത് കിട്ടും. പിന്നെ ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ടെറസിലൊക്കെ വെക്കാമല്ലോ ഇങ്ങനെ. ഇവിടെ അത്യാവശ്യം സ്ഥലമുണ്ട്, പക്ഷേ ഞാൻ ഇങ്ങനെ വെച്ചതാണ്, എനിക്കൊരു ഭംഗി തോന്നി.